ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 12. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പുറത്തു വന്നു നിന്നു. ഒരുവൻ അവിടുത്തോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ? തൻ്റെ ശിഷ്യന്മാരുടെ നേരെ കൈകൾ ചൂണ്ടിക്കൊണ്ട് യേശു പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരരും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കും നമുക്ക് ക്രിസ്തു സാഹോദര്യത്തിന്റെ ആത്മീയത ധ്യാനിക്കാം. ഇന്ന് ആഗോള തിരുസഭ പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഈ വിശുദ്ധ ദിനത്തിന്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു. കത്തോലിക്ക തിരുസഭയിൽ കർമ്മല മാതാവിനോടുള്ള ഭക്തി ആരംഭിക്കുന്നത് 12-ാം നൂറ്റാണ്ടിലാണ്. ഇസ്രായേലിലെ കർമ്മല മലയുടെ താഴ്വാരത്ത് ഒരു സന്യാസ സഭ സ്ഥാപിക്കപ്പെട്ടു. അവിടെ ആശ്രമത്തിൽ ദൈവമാതാവിന്റെ പേര് അവർ നൽകുകയും പരിശുദ്ധ അമ്മയുള്ള പ്രത്യേക ഭക്തിയിലും വളരുകയും ചെയ്തു. കർമ്മല മലയുടെ അടിവാരത്ത് താമസിച്ചതിനാൽ അവർ കർമ്മല സഹോദരന്മാർ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. പരിശുദ്ധ കർമ്മലനാഥ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷ ദർശനം നൽകുകയും കർമ്മലുത്തിരിയും പ്രത്യാശയുടെയും സംരക്ഷണത്തിന്റെയും അടയാളമായി നൽകുകയും ചെയ്തു. ചരിത്രത്തിലൂടെ നമ്മൾ കർമ്മല ഭക്തിയെ ധ്യാനിക്കുമ്പോൾ വലിയ ആത്മീയ ബലവും കൃപയും നമുക്ക് നൽകുന്നുണ്ട്. ഇതിന്റെ സുവിശേഷത്തിൽ യേശു പറയുന്നു, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഓർക്കുക, പരിശുദ്ധ കന്യക മാതാവ് സ്വർഗപിതാവിന്റെ ഇഷ്ടം ഏറ്റവും വിശ്വസ്തയോടുകൂടി നിറവേറ്റിയ ഒരു വ്യക്തിയാണ്. യേശു സുവിശേഷത്തിലൂടെ ആ സത്യം ദൈവജനത്തെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത് പരിശുദ്ധ അമ്മയെ പോലെയാണ്. ദൈവഹിതം നിറവേറ്റി ജീവിക്കുക, ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ മുമ്പിൽ അതെ എന്ന് പറയുക, അവന്റെ പദ്ധതികളുടെ മുമ്പിൽ ശിരസ് നമിക്കുക. ദൈവത്തിന് ഈ ഭൂമിയിൽ പിറക്കുവാൻ ശരീരവും മനസ്സും ആത്മാവും സമർപ്പിച്ച വ്യക്തിയുടെ പേരാണ് മറിയം. നമ്മുടെ ജീവിതവും അപ്രകാരമായിരിക്കണം. നാം നമ്മുടെ ജീവിതവും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും നമ്മുടെ മനസ്സും നമ്മുടെ സന്തോഷങ്ങളും ദൈവ തിരുഹിതത്തിന് വേണ്ടി സമർപ്പിക്കും മനസ്സാകണം. അപ്പോൾ നമ്മളെല്ലാവരും ക്രിസ്തുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറും. പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൃപയുടെ നാഥയായതുപോലെ നാം ഓരോരുത്തരും ദൈവത്തിന് പ്രിയപ്പെട്ടവരായി ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി മാറുന്നത് എപ്പോഴെന്നോ സ്വർഗപിതാവിന്റെ ഇഷ്ടം നിറവേറ്റുമ്പോഴാണ്. സ്വർഗപിതാവിന്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കാനുള്ള എല്ലാ കൃപാവരങ്ങളും സ്വർഗം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ മനസ്സ് വെച്ചാൽ അപ്രകാരം നമുക്ക് വ്യാപരിക്കാൻ സാധ്യമാവുകയും ചെയ്യും. പരിശുദ്ധ അമ്മ വിശ്വസ്തയോടുകൂടി ദൈവ തിരു മനസ്സിന് മുമ്പിൽ ശിരസ് നമിക്കുകയും ദൈവഹിതം നെഞ്ചിലേറ്റി ലോകത്തിന് ക്രിസ്തുവിനെ പ്രദാനം ചെയ്യുകയും ചെയ്തതുപോലെ ഈ കാലഘട്ടത്തിൽ നമുക്കും ലോകത്തിന് നന്മയുടെ സാക്ഷ്യം നൽകുന്നവരാകാം. ക്രിസ്തുവിനെ ഹൃദയത്തിൽ വഹിക്കുന്നവരും ജീവിക്കുന്നവരും പങ്കുവയ്ക്കുന്നവരുമാകാം. അങ്ങനെ സ്വർഗപിതാവിന്റെ ഇഷ്ടം നിറവേറ്റി ക്രിസ്തുവിന്റെ സാഹോദര്യ സ്നേഹത്തിന്റെ പൂർണ്ണത സ്വന്തമാക്കാൻ കൃപാവരം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമാ ദൈവമേ
നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ